സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് OT ടെക്നിക്സ് ഇൻ INT എന്ന് പറയുന്ന പേപ്പറിലെ യൂണിറ്റ് 3യുടെ കണ്ടിന്യൂഷൻ ആണ്. നമ്മൾ ഹാർട്ടിന്റെ ഡിസീസുകളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് അതിൽ നമുക്ക് എന്തൊക്കെയാണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെത്തേഡുകൾ, അതായത് കാർഡിയോവാസ്കുലർ ഹെൽത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്. ഫസ്റ്റ് പറയുന്നത് അഡ്വാൻസസ് ഇൻ ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ, അതായത് മാക്സിമം പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതുപോലെ തന്നെ നമുക്ക് ട്രീറ്റ് ചെയ്യാം, അതിൽ വരുന്ന അഡ്വാൻസസ് ആണ് പറയുന്നത്. നമുക്ക് അതിൽ ഫസ്റ്റ് പറയുന്നത് പ്രിസിഷൻ മെഡിസിനുകൾ, പിന്നെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള തെറാപ്പീസ്, മിനിമലി ഇൻവേസീവ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ്, പിന്നെ അതിൽ പറയുന്നതാണ് കാർഡിയാക് റീഹബിലിറ്റേഷൻ. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ജനറ്റിക് ആൻഡ് മോളിക്കുലർ റിസർച്ചുകൾ, അതായത് ജനറ്റിക് ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും കൊണ്ട് നമുക്ക് ഈ ഒരു ഹാർട്ട് ഡിസീസുകൾ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളത്, അതിനെക്കുറിച്ചുള്ള റിസർച്ചുകൾ. മോളിക്കുലർ പാത്വേസ് ഏതൊക്കെയാണ്, അതായത് ഇപ്പോൾ മോളിക്കുലർ മെക്കാനിസംസ് കാർഡിയോവാസ്കുലർ ഡിസീസുകൾക്ക് ആയിട്ട് വരുന്നുണ്ടോ, അതായത് എന്തെങ്കിലും സ്ട്രെസ്, ഇൻഫ്ലമേഷൻ, എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻസ്, ഇതൊക്കെ അതിന് കാരണമാവുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ജീനിന്റെ എഡിറ്റിംഗ് ടെക്നോളജീസ്, ഇതൊക്കെയാണ് നമുക്ക് ജനറ്റിക് അല്ലെങ്കിൽ മോളിക്കുലർ റിസർച്ച് വഴി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ പറയുന്നതാണ് പബ്ലിക് ഹെൽത്ത് ഇനീഷ്യേറ്റീവ്സ്, അതായത് എന്തെങ്കിലും നമുക്കിപ്പോൾ ഈ ഒരു അസുഖം വരുന്നതിന് മുൻപ് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രിവെൻഷൻ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ചുള്ള സ്ട്രാറ്റജീസ്, പിന്നെ സ്ക്രീനിങ് പ്രോഗ്രാംസുകൾ, പിന്നെ ഹെൽത്ത് പോളിസി ഇന്റർവെൻഷൻസുകൾ, ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു പബ്ലിക് ഹെൽത്ത് ഇനീഷ്യേറ്റീവ്സിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇത്രയാണ് ഹാർട്ടിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ബേൺസ് ആണ്. ബേൺ ഇഞ്ചുറീസ് എന്ന് പറയുമ്പോൾ എന്താണ്, അതായത് സ്കിന്നിന് അല്ലെങ്കിൽ നമ്മളുടെ ടിഷ്യൂസിന് അത് നമുക്ക് എന്തെങ്കിലും കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം, ഹീറ്റ്, റേഡിയേഷൻ, ഇലക്ട്രിസിറ്റി, കെമിക്കൽസ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രിക്ഷനുകളുടെ കാരണങ്ങൾ കൊണ്ടൊക്കെ നമ്മളുടെ സ്കിന്നിന് വരുന്ന ഇഞ്ചുറീസിനെയാണ് നമ്മൾ ബേൺസ് എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ഇതിൽ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി, ഫോർത്ത് ഡിഗ്രി, അങ്ങനെ 4 ഡിഗ്രീസ് ആയിട്ട് അതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് പറയുന്നത് ഫസ്റ്റ് ഡിഗ്രി ബേൺസിനെ കുറിച്ചാണ്. അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സൂപ്പർഫിഷ്യൽ ബേൺസ് ദാറ്റ് എഫക്ട് ഓൺലി ദ ഔട്ടർ ലെയർ ഓഫ് ദ സ്കിൻ, അതായത് നമ്മുടെ എപ്പിഡെർമിസിനെ മാത്രം ബാധിക്കുന്ന ഒരു ബേണിംഗ്, ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫസ്റ്റ് ഡിഗ്രി ബേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതിപ്പോ നമുക്ക് അതിന് എക്സാമ്പിൾ പറയുന്നത് ഒരു സൺബേൺ ഒക്കെ, അതായത് സൂര്യാഘാതം ഏൽക്കുക എന്നൊക്കെ പറയില്ലേ നമ്മൾ, അത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സെക്കൻഡ് ഡിഗ്രി ബേൺസ് ആണ്, അതായത് നമ്മുടെ എപ്പിഡെർമിസിനെയും അത് കഴിഞ്ഞിട്ടുള്ള ലെയറിനെയും ബാധിക്കുന്ന ഒരു ഡിഗ്രിയാണ് സെക്കൻഡ് ഡിഗ്രി എന്ന് പറയുന്നത്. പിന്നെ തേർഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളുടെ ഡീപ്പർ ടിഷ്യൂകളിലേക്ക് അത് എഫക്ട് ചെയ്യാണ്. ഫോർത്ത് ഡിഗ്രി എന്ന് പറയുമ്പോൾ നമ്മളുടെ ബോൺ വരേക്ക്, അതായത് ദീസ് ആർ ദ മോസ്റ്റ് സിവിയർ ആൻഡ് എക്സ്റ്റെൻഡ് ബിയോണ്ട് ദ സ്കിൻ ഇൻ ടു അണ്ടർലൈങ് ടിഷ്യൂസ് സച്ച് ആസ് മസിൽസ്, ഫാറ്റ് ആൻഡ് ബോൺ. മസിൽസിലേക്ക്, ഫാറ്റിലേക്ക്, ബോണിലേക്കൊക്കെ അത് ബാധിക്കുന്ന ഒരു ഇത് വരുമ്പോഴാണ്, അതായത് അത്രയും സിവിയർ ആണ്. ഓക്കെ, ഇനി ബേൺ ഇഞ്ചുറീസ് ക്യാൻ റിസൾട്ട് ഫ്രം വേരിയസ് കോസ് ഇൻക്ലൂഡിങ്, ഏതൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതൊക്കെ ഇതുകൊണ്ടായിരിക്കാം നമുക്ക് കോമൺ ആയിട്ട് ബേണിംഗ് വരുന്നത്. തെർമൽ ബേൺസ് ഉണ്ടായിരിക്കാം, കെമിക്കൽ ബേൺസ് ഉണ്ടായിരിക്കാം, ഇലക്ട്രിക്കൽ ബേൺസ്, അതേപോലെ തന്നെ റേഡിയേഷൻ. ഓക്കെ, ഇങ്ങനെ 4 മെത്തേഡ് വഴിയാണ് നമുക്ക് ബേൺ ഇഞ്ചുറീസ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. ട്രീറ്റ്മെന്റ് ഫോർ ബേൺ ഇഞ്ചുറി ഡിപ്പെൻഡ്സ് ഓൺ ദ സിവിയറിറ്റി ആൻഡ് ടൈപ്പ് ഓഫ് ബേൺ, അതായത് നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ബേൺ ആണ് ഉണ്ടായേക്കണേന്നുള്ളതും അതേപോലെ തന്നെ അത് എത്രത്തോളം സിവിയർ ആണ് എന്നുള്ളതൊക്കെ അനുസരിച്ചാണ് നമ്മൾ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റുകൾ നമ്മൾ കൊടുക്കുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയായിരിക്കാം, എൻഷുർ സേഫ്റ്റി, കൂൾ ദ ബേൺ, റിമൂവ് കോൺസ്ട്രിക്റ്റീവ് ഐറ്റംസ്, കവർ ദ ബേൺ, അവോയ്ഡ് ഹോം റെമഡീസ്. അതാണ് കോമൺ ആയിട്ട് ഫസ്റ്റ് എയ്ഡിൽ പറയുന്ന ഒരു കാര്യം. അതിൽ ഫസ്റ്റ് പറയുന്നത് എൻഷുർ സേഫ്റ്റി, അതായത് റിമൂവ് ദ പേഴ്സൺ ഫ്രം ദ സോഴ്സ് ഓഫ് ദ ബേൺ ടു പ്രിവെന്റ് ഫർദർ ഇഞ്ചുറി, അതായത് ഫസ്റ്റ് തന്നെ ബേൺ ആയി കഴിഞ്ഞാൽ പേഷ്യന്റിനെ ആ ഒരു ഏരിയയിൽ നിന്ന് മാറ്റുക എന്നുള്ളത്, അതായത് കൂടുതൽ ഇഞ്ചുറീസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മാറ്റുക എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് തെർമൽ ബേൺസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് കൂളാക്കാൻ വേണ്ടിയിട്ട് റണ്ണിങ് വാട്ടറിലൊക്കെ നമുക്കൊരു 10-20 മിനിറ്റ് ഒക്കെ നമ്മൾ നോർമൽ റണ്ണിങ് വാട്ടറിൽ കൈ ആണ് പൊള്ളിയുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്, അല്ലേ? ഇപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജ്വല്ലറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓർണമെന്റ്സോ ബെൽറ്റോ വാച്ചോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്ന് സ്വെല്ലിങ് വരുന്നതിന് മുൻപായിട്ട് അത് റിമൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ബേൺ ക്ലീൻ ചെയ്ത് ബാൻഡേജോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ എന്താണ് ഒട്ടിക്കുന്ന ഒരു ടൈപ്പൊന്നും അല്ലാത്ത വിധത്തിലുള്ള ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട്
നമ്മളത് കവർ ചെയ്യാനാണ് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ്, ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഹോം റെമഡീസ്, അതായത് നമ്മളുടെ ഓയിലുകൾ, ഹണി, അതുപോലെ നമ്മൾ നോർമലി അങ്ങനെയാണ് ചെയ്യുക അല്ലെ. വീട്ടിലെന്തെങ്കിലും കൈവിലും മുറിവോ കാര്യങ്ങളോ, അത് ചെറിയ ചെറിയ പൊള്ളലോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വലിയ വലിയ മുറിവുകൾ വരുമ്പോൾ അല്ലെങ്കിൽ വലിയ വലിയ ബേൺസ് ഉണ്ടാവുന്ന സമയത്ത് നമ്മളത് മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് മെഡിക്കൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചാണ്. ഫസ്റ്റ് ഡിഗ്രി ബേൺസ് ആണെങ്കിൽ നമുക്ക് പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് ഇപ്പൊ നമുക്ക് എന്താണ് എന്തെങ്കിലും ഓയിൻമെന്റ്സുകളോ നമുക്ക്, അതായത് നമ്മുടെ ഓവർ ദ കൗണ്ടർ, അതായത് നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ മോയ്സ്ചറൈസർ എന്തെങ്കിലും നമുക്ക് കൂളാക്കാനായിട്ട് അത് യൂസ് ചെയ്യാം. ഹൈഡ്രേഷൻ, അതായത് നല്ല പോലെ എന്താണ് ബേൺ ഏരിയ നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഡ്രൈ ആവാതിരിക്കാനും ക്രാക്കുകൾ വരാതിരിക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. സെക്കൻഡ് ഡിഗ്രി ബേൺസ് ആണെങ്കിലും നമ്മൾ എന്താണ് ബ്ലിസ്റ്റർ കെയർ എന്നാണ് ഫസ്റ്റ് പറയുന്നത്. അതായത് എന്താണ് ആ ഒരു ഏരിയയിലുള്ള അണ്ടർലൈൻ ടിഷ്യൂസിനെ ബ്രേക്ക് ആവാതിരിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഭാഗം നമുക്ക് പൊട്ടി മുറിവുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ആ ഒരു ഏരിയ ക്ലീൻ ചെയ്യാം. മൈൽഡ് സോപ്പായിട്ടോ വെള്ളമൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഭാഗം ക്ലീൻ ചെയ്യാം എന്നാണ് പറയുന്നത്. ഡ്രസ്സിങ് ചെയ്യാം, നോൺ സ്റ്റിക്കിയോ അല്ലെങ്കിൽ അങ്ങനെയായിട്ടുള്ള ബാൻഡേജുകളല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഡെയിലി ഡ്രസ്സിങ് നമ്മൾ ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ്. ടോപ്പിക്കൽ ആന്റിബയോട്ടിക്സ് നമുക്ക് യൂസ് ചെയ്യാം. ഓയിൻമെന്റ്സോ ആയിട്ട് നമുക്ക് ടോപ്പിക്കലി അത് നമുക്ക് പേഷ്യന്റിന്റെ കയ്യിലാണെങ്കിൽ കയ്യിൽ, അല്ലെങ്കിൽ എവിടെയാണ് ഏത് ഭാഗമാണെങ്കിൽ നമുക്ക് ആ ഭാഗത്ത് ഓയിൻമെന്റ് തേച്ച് ആ ഒരു ഭാഗം സേഫ് ആക്കാം എന്നാണ് പറയുന്നത്. മെഡിക്കൽ അറ്റൻഷൻ, അതായത് നെക്സ്റ്റ് പറയുന്നത് ഇപ്പോൾ ഒരു പേഷ്യന്റിന് 3 inches ആണ് പറയുന്നത്. അതായത് സീക്ക് മെഡിക്കൽ അറ്റൻഷൻ ഇഫ് ദ ബേൺ ഈസ് ലാർജർ ദാൻ 3 inches ഫേസിലോ അല്ലെങ്കിൽ കൈ, കാല്, ബട്ടക്സ്, മേജർ ജോയിന്റ് ഇങ്ങനെയുള്ള ഏരിയാസിലാണ് നമ്മൾ എന്ത് വരുന്നത്, ഈ ഒരു മെഡിക്കൽ അറ്റൻഷൻ നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് തേർഡ് ഡിഗ്രി ബേൺസ് ആണ്. അതിൽ നമുക്ക് എമർജൻസി കെയർ കൊടുക്കണം. അതുപോലെ അത്രയും ഡീപ്പായിട്ടുള്ള മുറിവുകൾ ഉള്ളിടത്ത് നമ്മൾ എന്താണ്, നമ്മൾ ഫസ്റ്റ് ഡിഗ്രിയിലൊക്കെ പറഞ്ഞ പോലെ പൈപ്പിന്റെ ചുവടെയൊക്കെ നമ്മൾ റണ്ണിങ് വാട്ടറിലൊക്കെ നമ്മൾ ചൂട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കൂളാക്കാനായിട്ട് ചെയ്യാന്ന് പറഞ്ഞത് അവോയ്ഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ ഹോസ്പിറ്റൽ ട്രീറ്റ്മെന്റ് എത്രയും പെട്ടെന്ന് കൊടുക്കുക. സർജിക്കലി എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പെട്ടെന്ന് തന്നെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർത്ത് ഡിഗ്രി വരുമ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ പേഷ്യന്റ് കുറച്ചും കൂടെ കൊടുക്കുക. അതുപോലെ എമർജൻസി കെയർ ആണ് പേഷ്യന്റ് കൊടുക്കേണ്ടത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എമർജൻസി കെയർ ആണ് നമ്മൾ ഫോർത്ത് ഡിഗ്രിയിൽ കൊടുക്കേണ്ടത്. ലോങ് ടേം കെയർ ആൻഡ് റീഹാബിലിറ്റേഷൻ ആണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു മുറിവ് എത്രത്തോളം ഡീപ്പാണെങ്കിൽ അതനുസരിച്ച് ആ മുറിവ് ഉണങ്ങാനായിട്ടുള്ള സമയവും കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ വൂണ്ടിന്റെ കെയർ, ഫിസിക്കൽ തെറാപ്പി, സ്കാർ ഉണങ്ങാനായിട്ടുള്ള മാനേജ്മെന്റ്, അതായത് നമുക്ക് എന്താണ് സിലിക്കോൺ ജെൽ ഷീറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. സൈക്കോളജിക്കൽ സപ്പോർട്ട് പേഷ്യന്റിന് കൊടുക്കണം. ന്യൂട്രീഷണൽ സപ്പോർട്ടും പേഷ്യന്റിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി എങ്ങനെയൊക്കെയാണ് നമുക്കത് പ്രിവെന്റ് ചെയ്യാൻ പറ്റുക? ഫസ്റ്റ് നമ്മൾ സേഫ്റ്റിയാണ് നോക്കേണ്ടത്. അതായത് സേഫായിട്ട് നമ്മൾ എങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത്, പിന്നെ സൺ പ്രൊട്ടക്ഷൻ എങ്ങനെയാണെന്നുള്ളത്, പിന്നെ പറയുന്നതാണ് നമുക്ക് കെമിക്കൽസ്, ഇലക്ട്രിക്കൽ ഔട്ട്ലെറ്റ്സ് അങ്ങനെയുള്ള ആ ഒരു ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് മാക്സിമം എന്താണ് പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ ചെക്ക് ചെയ്ത് അതനുസരിച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ.